പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 73-10 വരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആലപിച്ചത്. അതിന് ബാക്കിയായിട്ട് ഞാൻ പിന്നെയും ദൈവത്തിന് മുമ്പ് സമർപ്പിക്കുന്നു. ഒപ്പം എവർക്കും സ്വാഗതം. ദൈവം എങ്ങനെ അറിയുന്നു, അത്യുന്നതനെ അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ചു സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്കയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്നും ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾ ചാളകളാൽ ശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു. നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. സ്തോത്രം.